ഹലോ എവറി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് പട്ടായയിലെ കോറൽ ഐലൻഡിലാണ്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, വാട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യാനും അതുപോലെ തന്നെ ബീച്ചിൽ അടിച്ചു പൊളിക്കാനും ഒക്കെ ആയിട്ട് നമ്മളിന്ന് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഐലൻഡിൽ എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ആളുകളെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഇന്ത്യയുടെ വിവിധ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇത്ര ആളുകളൊന്നും മുഴുവനും ഈ കോറൽ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നവരാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആളുകളുണ്ട്, സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ കയ്യിൽ നമ്പറൊക്കെ എഴുതി തരും, ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്പറാണ്. അതിനുശേഷം ആ സ്റ്റാഫ്, മിക്കവാറും ലേഡി സ്റ്റാഫ് തന്നെയായിരിക്കും, ആ ലേഡി സ്റ്റാഫാണ് നമ്മളെ ബോട്ടിലോട്ട് കയറാനൊക്കെ ആയിട്ട് അസിസ്റ്റ് ചെയ്യുന്നത്. അവരിൽ ഒരാൾ എപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്ന ബോട്ടിലുണ്ടായിരിക്കും. അവരാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നത്. അപ്പം നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, നമ്മൾ അവരെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ കൂട്ടം തെറ്റിയൊന്നും പോകത്തൊന്നുമില്ല. അപ്പം നമ്മളങ്ങനെ പട്ടായയിലെ ഈ മനോഹരമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഈ കടലൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ബോട്ടിലോട്ട് കയറാനായിട്ട് ക്യൂവിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടാണ് ഇതായി കാണുന്നത്. ഇതിനുള്ളിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇടാനായിട്ട് അവർ നിർദ്ദേശമൊക്കെ തരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സേഫായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദൂരം അങ്ങ് സഞ്ചരിച്ചെങ്കിലാണ് നമ്മൾ ഈ ഒരു വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേഷനിലെത്തുന്നത്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, പട്ടായയിലെ സിറ്റിയാണ് കേട്ടോ. വലിയ വലിയ കെട്ടിടങ്ങളായിട്ട് കാണുന്ന പട്ടായ സിറ്റിയിലെ കെട്ടിടങ്ങളാണ് കാണുന്നത്. ഈ ഒരു റൈഡ് വളരെ രസകരമായിട്ടുള്ള ഒരു ബോട്ട് റൈഡാണ്. സ്പീഡ് ബോട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ടൗണിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് പോകാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനായ പാരാസെയിലിംഗ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളോട് എന്തൊക്കെ വാട്ടർ ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ളത്, അതിൻ്റെ ചാർജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഷിവിൻചേട്ടൻ പാരാസെയിലിങ്ങിന് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഡിച്ചു അണ്ടർ സീ വോക്കിന് പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ട് ഷിവിൻചേട്ടൻ പാരാസെയിലിങ്ങിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഷിവിൻചേട്ടൻ പാരാസെയിലിംഗ് ചെയ്യുന്നതാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെ സേഫ് ആക്കിയിട്ട് അവർ ഇതുപോലെ കടലിന് മുകളിലൂടെ നമ്മളെ പറത്തിക്കൊണ്ട് നടക്കുന്ന ഈ ഒരു ആക്ടിവിറ്റിക്ക് പറയുന്ന പേരാണ് പാരാസെയിലിംഗ്. ഇതൊരു ബോട്ടുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ബോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇതുപോലെ കടലിൻ്റെ മുകളിലൂടെ പറന്ന് നടക്കാനാവുക. സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചാൽ പാരാസെയിലിംഗ്, അണ്ടർ സീ വോക്ക്, ബനാന ബോട്ട് റൈഡ്, വാട്ടർ സ്കൂട്ടർ, ഇവയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. പാരാസെയിലിങ്ങിന് 800 ബാത്ത്, അണ്ടർ സീ വോക്കിന് 1600 ബാത്ത്, ബനാന ബോട്ട് റൈഡിന് 400 ബാത്ത്, വാട്ടർ സ്കൂട്ടർ അഥവാ ജെറ്റ്സിക്ക് 500 ബാത്ത്. അങ്ങനെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായതിനാൽ, വെള്ളവും അതുപോലെ തന്നെ കടലും ഒക്കെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഡിച്ചുവും ഷിംചേട്ടനുമാണ് ഇതൊക്കെ ട്രൈ ചെയ്തത്. പക്ഷേ എല്ലാവരും പറയുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പം തീർച്ചയായിട്ടും ഈ സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പം നിങ്ങളും വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഷിംചേട്ടൻ പാരാസെയിലിംഗ് കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റേഷനിലോട്ട് പോകാം. അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് അണ്ടർ സീ വോക്കിൻ്റെ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കടലിനടിയിലോട്ട് പോയിട്ട് പവിഴപ്പുറ്റുകളും മീനുകളെയൊക്കെ കാണാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അണ്ടർ സീ വോക്ക്. അങ്ങോട്ട് പോകുന്നത് ഡിച്ചുവാണ്. അപ്പോൾ ഷിവിൻചേട്ടനൊക്കെ ഇതിന് മുമ്പ് വന്നപ്പം ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഈ പ്രാവശ്യം ഡിച്ചുവാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്നേ തന്നെ, അതായത് പാരാസെയിലിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്തതിന് സ്ലിപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ അണ്ടർ സീ വോക്കിൻ്റെ ആ ഒരു സ്റ്റേഷനിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് നിങ്ങൾ കാണുന്നത്. ഈ ബോട്ടിലുള്ളവരെല്ലാവരും തന്നെ മലയാളീസാണ് കേട്ടോ. അങ്ങനെ അണ്ടർ സീ വോക്കിൻ്റെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സ് നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും തന്നിട്ടാണ് കടലിൻ്റെ താഴോട്ട് നമ്മളെ ഇറക്കി വിടുന്നത്. അപ്പോൾ കടലിനടിയിൽ പോയതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സംഭവം തലയിൽ വെച്ചിട്ടാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. ഇതിലൂടെയാണ് നമുക്ക് ഓക്സിജനൊക്കെ കിട്ടുന്നത്. 20 മിനിറ്റാണ് ഈ അണ്ടർ സീ വോക്കിൻ്റെ ദൈർഘ്യം വരുന്നത്. അങ്ങനെ അതിനുശേഷം ഇവർ മുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. ഓക്സിജൻ സപ്ലൈക്ക് ആയിട്ട് വെച്ചിരുന്ന ഈ ഒരു സംഭവം അവരുടെ തലയിൽ നിന്ന് മാറ്റുന്നു. അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പിലൂടെ ഇങ്ങനെ മുകളിലോട്ട് കയറി വരാവുന്നതാണ്. എന്തായാലും ഡിജുവിന് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. സന്തോഷമായിട്ട് ചിരിച്ചൊക്കെയാണ് കയറി വരുന്നത്. പിന്നെ ഈ കയറി വരുന്ന ഇവരുടെ കൂട്ടത്തിലാണ് ഡിജുവിനെ അണ്ടർ സീ വോക്കിനായിട്ട് ഇറക്കി വിട്ടിരുന്നത്. ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരാണ് ഇവർ തൊടുപുഴക്കാരാണ്. കടലിനടിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സംഘാടകർ തന്നെ തന്നിരിക്കുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക.
കോറൽ ഐലൻഡ് ബീച്ചിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് ടയേർഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കരിക്ക് മേടിച്ച് കുടിച്ചതിന് ശേഷം വീണ്ടും എനർജറ്റിക് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കരിക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. സൂപ്പർ കരിക്കാണ്, കുടിക്കാനും കഴിക്കാനും നല്ല സൂപ്പറായിട്ടുണ്ട്. നിങ്ങളും വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത് തണുപ്പിച്ചിട്ടാണ് കേട്ടോ നമുക്ക് തരുന്നത്. അങ്ങനെ ഫൈനൽ സ്റ്റേഷനായ കോറൽ ഐലൻഡ് ബീച്ചിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ബനാന ബോട്ട് റൈഡും അതുപോലെ തന്നെ വാട്ടർ സ്കൂട്ടർ ഈ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന സ്ഥലം. അപ്പോൾ ഈ ഒരു ബീച്ചിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബീച്ചിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ കുപ്പിയും കവറുകളും അതുപോലെ തന്നെ പേപ്പർ കഷ്ണങ്ങളും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത്രയേറെ 1000-ലേറെ ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന ഒരു ബീച്ചാണെങ്കിലും നല്ല സുന്ദരിയായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇവർ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനലി ഇവർ ഈ ബീച്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളത്തിലൊക്കെ ഇറങ്ങിയതിൻ്റെ പേരിൽ നനയൊക്കെ ചെയ്തതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുവാണ്. അപ്പം നമ്മൾ ഈ ബീച്ചിൽ നിന്ന് പോവുകയാണ്, നമ്മൾ കരയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടാണ് ഇതേ വന്നിരിക്കുന്നത്. നമ്മൾ 10 മണിക്ക് അവിടുന്ന് പോകുന്നതാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ 2:30 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ 3 മണിക്കാണ് നമ്മളെ അവിടുന്ന് പിക്ക് ചെയ്യാനുള്ള വണ്ടി വരുന്നത്. അങ്ങനെ നമ്മൾ തൽക്കാലം കോറൽ ഐലൻഡിനോട് വിട പറയുകയാണ്. അപ്പോൾ കോറൽ ഐലൻഡിലോട്ട് വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നനയ്ക്കാൻ പാകത്തിനുള്ള ചെരുപ്പിട്ടുകൊണ്ട് വേണം വരാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചാണ് വരുന്നതെങ്കിൽ അതിനുശേഷം ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ജോഡി ഡ്രസ്സും കൂടി എടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് നിങ്ങൾ തൊപ്പി എടുക്കാനും കൂളിംഗ് ഗ്ലാസ് വയ്ക്കാനും ഒന്നും മറക്കരുത്. പിന്നെ ഫുൾ സ്ലീവ് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഈ തൊപ്പിയും കൂളിംഗ് ഗ്ലാസും നമുക്കിവിടെ എല്ലായിടത്തും യൂസ് ചെയ്യാവുന്നതാണോ, അതുപോലത്തെ വെയിലാണ്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് പട്ടായ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. പട്ടായ സിറ്റിയാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ട കടലെന്ന് പറയുന്നത് നമ്മളിപ്പം ആക്ടിവിറ്റീസൊക്കെ ചെയ്തതിന് ശേഷം കയറി പോന്നിട്ടുള്ള ആ ഒരു കടലാണ്. 3 മണിയോട് കൂടിയിട്ട് അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം തീരും. അതോടുകൂടിയിട്ട് പിന്നെ കടൽ നിശ്ചലമാണ്. അപ്പോൾ ആ ഒരു വ്യൂ ആണ് നമ്മളിവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള കാഴ്ച തന്നെയാണിത്. ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് കൊച്ചിയിലുള്ള മിലനോ ട്രിപ്സ് ആണ്. താങ്ക്സ് ടു മിലനോ ട്രിപ്സ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.